ഹലോ വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വാട്ടർഫോൾ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വലിയൊരു വാട്ടർഫോൾ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് ഈ വാട്ടർഫോളിൻ്റെ പല സൈഡിൽ നിന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. മുകളിൽ നിന്നുള്ള വ്യൂ ഉണ്ട്, രണ്ട് സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്ന്, അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഈ വാട്ടർഫോളിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ നടുക്ക് വലിയൊരു പാറയുണ്ട്, അതിൻ്റെ മുകളിൽ പോയി നിന്നിട്ടും നമുക്ക് ഈ വാട്ടർഫോൾ കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണിത്. ഇപ്പം നമ്മൾ കാണുന്നത് ഈ വാട്ടർഫോളിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. നമ്മൾ ആ സ്റ്റെപ്പ് കയറി വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് ഒരു പാലം നമ്മൾ മുറിച്ച് കടക്കാനുണ്ട്. അത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ട് ആ വാട്ടർഫോൾ തുടങ്ങുന്നില്ലേ, ആ പൊസിഷനാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടൊരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഫോഴ്സിലാണ് കേട്ടോ വെള്ളം വരുന്നത്. ആ ബ്രിഡ്ജ് എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു റെയിൽവേ പാത കൂടെ ഉണ്ട് കേട്ടോ. ട്രെയിൻ പോകുന്ന ഒരു പാത തന്നെയാണത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വെള്ളം വരുന്നതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കുന്നൊക്കെ കയറിയിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ ഒരു എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ റിവർ കടന്ന് അപ്പുറത്തെ സൈഡിൽ നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരാനുള്ള ഒരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ടിക്കറ്റ് എടുക്കാനുണ്ട്. ഒരു ടിക്കറ്റിന് 5 CHF ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, പിന്നെ ലിഫ്റ്റ് ഉണ്ട്. ഈ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് പോകാനുള്ള ഒരു ലിഫ്റ്റ് ഉണ്ട്, അതിൽ നമുക്ക് കയറാം. അതുപോലെ തന്നെ ഈ റിവർ ക്രോസ് ചെയ്തിട്ട് നമുക്ക് ഓപ്പോസിറ്റ് ഭാഗത്തോട്ട് പോവാം. ഇത്രയും സംഭവങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഈ ഒരാൾക്ക് 5 CHF വരുന്ന ഈ ടിക്കറ്റ്. അപ്പം നമ്മളിപ്പോൾ മ്യൂസിയത്തിൽ വന്നേക്കുവാണ് കേട്ടോ. മ്യൂസിയത്തിനുള്ളിലൊക്കെ കയറി അപ്പോൾ ഈ വാട്ടർഫോളിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മ്യൂസിയത്തിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ അതൊക്കെ മ്യൂസിയമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതേ വാട്ടർഫോളിൻ്റെ നല്ല ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കിട്ടുന്ന പോയിന്റിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ അപ്പോൾ ഇങ്ങനെ കുറേ പൈപ്പ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലിങ്ങനെ ചെവി കൂർപ്പിച്ച് വെച്ച് കേൾക്കുകയാണെങ്കിൽ ഓരോ പൈപ്പിലും ഓരോ സൗണ്ടാണ്, ഡിഫറെൻറ്റ് സൗണ്ട്സാണ് ഓരോ പൈപ്പിൽ നിന്നും വരുന്നത്. അപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ പല സ്ഥലത്തു നിന്നായിട്ട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ ബോട്ടുകളുണ്ട് കേട്ടോ. ഓരോ ബോട്ടും പല കളറുകളിലായിട്ടാണ്, യെല്ലോ, ഗ്രീൻ, റെഡ്, അങ്ങനെ പല കളറിലായിട്ട് ബോട്ടുകളുണ്ട്. അപ്പോൾ ഓരോ ബോട്ടുകളും ഓരോ ടൈപ്പാണ്. ഇപ്പോൾ യെല്ലോ ബോട്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിൻ്റെ നടുക്കൊരു പാറയുണ്ട്, അതിൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ യെല്ലോ ബോട്ട് അതിനുള്ളതാണ്. പിന്നെ ഗ്രീൻ ബോട്ടാണെങ്കിൽ 30 മിനിറ്റ്സ് ഈ റിവറിൽ കൂടെ ഒരു റൈഡ്, പിന്നെ 50 മിനിറ്റ്സ് റൈഡുള്ള വേറൊരു ബോട്ട്, അങ്ങനെ പല കളർ ബോട്ട്
ബോട്ടുകൾ അത് പല റേറ്റുമാണ് ഈ ബോട്ടുകൾക്കും വരുന്നത്. അപ്പോൾ നമ്മളെടുത്തത് യെല്ലോ ബോട്ടായിരുന്നു കേട്ടോ. ഈ നടുക്ക് 2 പാറകൾ കാണുന്നത് കണ്ടോ, അതിൻ്റെ ഇടയിൽ കൂടിയും വെള്ളം ഇങ്ങനെ ചാടുന്നുണ്ട്. അതിൽ ഫസ്റ്റ് കാണുന്ന ഇവിടെ നിന്ന് നമുക്ക് സെക്കൻഡ് കാണുന്ന കണ്ടോ റെഡ് ഫ്ലാഗ് ഉള്ള പാറ കണ്ടില്ലേ, അതിലാണ് നമുക്ക് ആ യെല്ലോ ബോട്ടിൽ പോകാൻ പറ്റുന്നത്. നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റും. ആ പാറയുടെ മുകളിൽ കയറി നിന്നിട്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ നമുക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമുക്കിത്. ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ അതിരപ്പള്ളി കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടാണെങ്കിൽ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതൊരു എക്സ്പീരിയൻസ് എങ്ങനെ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അത് നോക്കി വെള്ളത്തുള്ളികളാണ് ആ മുകളിലോട്ട് പോകുന്നത് കണ്ടോ. ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു അടിപൊളി സംഭവമായിരുന്നു ഇത്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇവിടെ കുറേ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇത് എങ്ങോട്ടുള്ള ക്യൂ ആണെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണേലും ക്യൂവിൽ നിന്നു. അവിടെ ക്യൂ നിന്ന ആർക്കും തന്നെ എങ്ങോട്ടായി പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു ഒരു പാറയാണ്. ആ പാറയുടെ ഉള്ളിൽ കൂടെ നമ്മൾ പോയി കഴിയുമ്പോൾ അവിടെയും ഒരു വ്യൂ പോയിൻ്റാണ്. അവിടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് കാണുന്ന കാഴ്ചയാണിത്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത്, കാരണം അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ വെള്ളത്തിൻ്റെ ഡ്രോപ്സൊക്കെ നമ്മുടെ മേത്തോട്ട് തെറിക്കും. തൊട്ടടുത്ത് നിന്ന് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു വ്യൂ പോയിൻറ്റും കൂടിയുണ്ട്. അതും നമുക്കിങ്ങനെ അടുത്തുനിന്ന് തന്നെ ആ വെള്ളം വന്ന് വീഴുന്ന പോയിൻറ്റില്ലേ, അവിടെയാണ് ഈ വ്യൂ പോയിൻ്റ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്നിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രീൻ ബോട്ട് കണ്ടോ, ഈ വെള്ളച്ചാട്ടത്തിന് താഴെ വരെയും ആ ബോട്ട് വരുന്നുണ്ട്. അപ്പോൾ 30 മിനിറ്റ്സ് റൈഡാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം താഴെ വരെ നമുക്ക് അത്രയും അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന അത്രയും അടുത്ത് വരെ ഈ ബോട്ടുകൾ വരുന്നുണ്ട്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നമുക്കിത്. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറേ നേരം അവിടെ നിന്നു കേട്ടോ. വരാനേ നമുക്ക് തോന്നുന്നില്ല. നല്ല സൗണ്ട് ഉണ്ട് വാട്ടർഫാളിൻ്റെ. അതുപോലെ തന്നെ ആ ഡ്രോപ്സൊക്കെ നമ്മുടെ മേത്തൊക്കെ തെറിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നമ്മൾക്ക് ഈ റിവർ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ബോട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റെഡ് ബോട്ട് കാണുന്നില്ലേ, ഇതാണ് റിവർ ക്രോസിങ്ങിനുള്ള ബോട്ടാണ് ഈ റെഡ് ബോട്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഓൺലൈനായിട്ടും അതല്ലാതെ അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ബാക്കിയുള്ള ബോട്ടുകൾക്ക്, ഇപ്പോൾ ഗ്രീൻ, യെല്ലോ, പിങ്ക് അങ്ങനത്തെ ബോട്ടുകളുണ്ടല്ലോ, അതിലേക്കുള്ള ടിക്കറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഈ വരുന്ന റെഡാണ് റിവർ ക്രോസിങ്ങിനുള്ള ബോട്ട്. അപ്പോൾ നമ്മൾ റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുക. നമ്മളങ്ങനെ അതേ ബോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ, റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബോട്ടിൽ കയറി അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വീഡിയോയും ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ആകെ കൺഫ്യൂഷനായിപ്പോയി, ഏത് ഫോണിലോട്ടാണ് നോക്കണ്ടേന്ന്. അപ്പോൾ അതേ നമ്മൾ ബോട്ടിൽ കയറി ബോട്ട് എടുക്കാൻ പോവുകയാണ്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. തിരക്കുണ്ടെങ്കിലും ആൾക്കാർ കറക്റ്റ് ക്യൂ പാലിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇടയിൽ കയറുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും കറക്റ്റ് ക്യൂവിൽ നിന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ബോട്ടിൽ കയറാനാണെങ്കിലും എല്ലാം ചെയ്യുന്നത് കറക്റ്റായിട്ടാണ്.
അപ്പോൾ ഇതേ ബോട്ട് എടുത്തു നമ്മളിപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിവർ. അപ്പോൾ നമ്മുടെ ബാക്കിൽ വാട്ടർഫോൾ കറക്റ്റ് കാണുന്നുണ്ടല്ലേ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മുകളിലും നമ്മളിപ്പോൾ പോയി. ഇപ്പം നമ്മളതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട ഭാഗങ്ങളാണ് ആ ഗ്രീൻ കുറേ ട്രീകൾ നിൽക്കുന്നില്ല, അവിടെയാണ് നമ്മൾ നേരത്തെ പോയത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പോകാനുള്ളത് യെല്ലോ ബോട്ടിൽ ആ നടുക്കുള്ള പാറയുടെ മുകളിലോട്ടാണ്. അപ്പം നമ്മളിത് നമുക്ക് ടൈം കിട്ടിയത് 1:30 എങ്ങാണ്ടായിരുന്നേ, 1:30 അപ്പോൾ കുറച്ച് നേരം നമുക്ക് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഇതേ നമ്മൾ ബോട്ടിൽ കയറിയിട്ട് ആ മലയുടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആ മലയുടെ മുകളിൽ, മലയല്ല ഒരു പാറ, അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുള്ള വ്യൂ നമുക്ക് കാണാം കേട്ടോ. വാട്ടർഫോളിനെ കുറിച്ച് ഞാൻ കുറേ പറഞ്ഞെങ്കിലും വാട്ടർഫോളിൻ്റെ പേര് ഞാൻ എത്ര നേരം പറയാൻ വിട്ടുപോയി. ആ ബോട്ടിൽ എഴുതിയിരിക്കണ കണ്ടപ്പോഴാണ് വാട്ടർഫോളിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തത്. ഇപ്പോൾ റെയിൻഫോൾ എന്നാണ് കേട്ടോ ഈ വാട്ടർഫോളിൻ്റെ പേര്. അങ്ങനെ അതേ നമ്മൾ ആ പാറയുടെ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മുകൾ വരെയും ഇങ്ങനെ സ്റ്റെപ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ, നമുക്ക് സുഖമായിട്ട് കയറിപ്പോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ വാട്ടർഫോളിൻ്റെ താഴെ വരെ എത്തിയപ്പോൾ എൻ്റെ പൊന്നെ എന്താ പറയണ്ടതെന്ന് അറിയില്ല, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പേടിക്കാനുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാ സേഫ്റ്റിയും എല്ലാം ഉണ്ടായിരുന്നു ബോട്ടിൽ, പേടിക്കാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളത് ആ പാറയുടെ മുകളിലല്ല ഒരു പകുതി എത്തിയിട്ടേ ഉള്ളൂ, ഇനി കുറച്ചും കൂടെ മുകളിലോട്ട് നമുക്ക് കയറാനുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ ആൾക്കാർ നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, അവിടെയാണ് നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ദേ ഈ റിവർ ക്രോസ് ചെയ്തിട്ട് ആ റെഡ് ബോട്ടിൽ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, അവിടെ പോയി പിന്നെ അവിടെ നിന്ന് യെല്ലോ ബോട്ട് എടുത്തിട്ടാണ് ഇപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, എല്ലാ ഭാഗത്തു നിന്നും നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. ഇതേ ഇപ്പോൾ നമ്മൾ ടോപ്പിൽ എത്താറായിട്ടുണ്ട്. നേരത്തെ റെഡ് ഫ്ലാഗ് ഞാൻ കാണിച്ചു തന്നില്ലേ നടുക്കുള്ള പാറയിൽ, അപ്പോൾ ഇതേ അതിൻ്റെ ടോപ്പിൽ നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായത്, കാരണം ഇതിന് മുമ്പത്തെ ബോട്ടിൽ വന്ന ആൾക്കാർ ഇറങ്ങുന്നതും
അപ്പോൾ നമ്മുടെ ബോട്ടിൽ വന്ന ആൾക്കാർ കയറുന്നപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് കയറാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു കുഞ്ഞ് സ്റ്റെപ്പാണ്, ഒരു കുഞ്ഞ് പാറയാണല്ലോ, അപ്പോൾ അത് കുഞ്ഞ് സ്റ്റെപ്പാണ്. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും ലൈനൊക്കെ നിന്ന് നല്ല കാമായിട്ട് ഇതിൻ്റെ മുകളിൽ പോയി കയറിയിട്ട് ആ വ്യൂ ആസ്വദിച്ചു. അങ്ങനെ കുറേ നേരം ക്യൂ നിന്നിട്ട് നമ്മളത് ഫൈനൽ ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാൻ നമ്മൾ എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടാലോ. അങ്ങനെ ഈ പാറയുടെ ടോപ്പിലുള്ള വ്യൂ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അതേ താഴോട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവിടെ നിന്നുള്ള വ്യൂ ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതിൽ ഏത് വ്യൂ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടുത്ത് പോയിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഭീകരമായ സൗണ്ടും അത് എക്സ്പീരിയൻസ് ചെയ്തതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതേ അപ്പോൾ താഴോട്ട് ഇറങ്ങി വരുമ്പോഴും അവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റ് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതേ നമ്മളിപ്പോൾ അവിടെ നിന്നേക്കുക. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിതേ വീണ്ടും ബോട്ടിൽ കയറിയിട്ട് നമ്മൾ ബോട്ട് കയറിയ ഫ്രണ്ടിലുള്ള ആ വ്യൂ ഇല്ലേ, ആ ഭാഗത്തോട്ട് നമ്മൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. എങ്ങനെയാണ് അതിനെ വർണ്ണിക്കുകയെന്നൊന്നും എനിക്കറിയില്ല. നല്ല സൂപ്പറായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ദേ നമ്മൾ നിന്ന പോലെ ആൾക്കാർ ആ മലയുടെ ടോപ്പിൽ നിൽക്കുന്നുണ്ടോ. അങ്ങനെ പിന്നെ ഈ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും അവിടെ ഇങ്ങനെ കുറേ നേരം ഈ റിവറിൻ്റെ തീരത്ത് പോയി ഇരുന്നു കേട്ടോ. അത് കണ്ടോ, ഇവിടെ നമുക്ക് അവിടെ പോയി ഇരിക്കാൻ പറ്റും. അപ്പോൾ അവിടെ കുറേ ഡക്കും സ്വാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. ചെരിപ്പടാണോ കേണി யாரோட கொச்சி ரிப்போர்ட் பண்ணு നമുക്ക് മണ്ണോട് കടിക്കാമോ? ആ ശരിയാ. അപ്പൊ ചെയ്തു പിടിച്ചേ.
അമ്മ ഇതിനകത്താണ്ട് അടി. നമ്മളപ്പോൾ കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഇവരെങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കാണ്ടായപ്പോഴുണ്ടല്ലോ നമ്മൾ കാലിങ്ങനെ താഴോട്ടിട്ടിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അമ്മ വന്നിട്ട് നമ്മുടെ ഷൂവിൽ ഇങ്ങനെ കടിച്ചിട്ട് ഫുഡ് താന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ കേട്ടോ. അപ്പോൾ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.